ഇനി നോൺ വെജിറ്റേറിയൻ മത്സ്യമാംസാദികൾ, ഭാങ്, കഞ്ചാവ്, കറുപ്പ് തുടങ്ങിയവയൊക്കെ നിഷിദ്ധമാണോ എന്ന്. അതൊക്കെ സാധനയെ ആശ്രയിച്ചിരിക്കും. സാധനയെ രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് ശക്തി സാധന, മറ്റൊന്ന് ജ്ഞാനസാധന അഥവാ ശിവസാധന, അല്ലേ? ജ്ഞാനസാധകന് ഇതൊക്കെ നിഷിദ്ധമാണ്. ശക്തി സാധകനോ ഇതൊക്കെ സവിശേഷമായ ഉപാധികളാണ്. മനസ്സിലാവുന്നുണ്ടോ? ശക്തി എന്ന് വെച്ചാൽ ആരാണ്? മനസ്സ്, വിശ്വം നിറഞ്ഞിരിക്കുന്ന പ്രകൃതി. അതിലെവിടെ ഇതൊക്കെ നിഷിദ്ധമായിരിക്കുക? ജ്ഞാനത്തിലോ ഇതിനൊക്കെ ഒഴിവാക്കണം. പ്രകൃതിയുടെ സമസ്ത വികാരങ്ങളായ കാമം, ക്രോധം, ലോഭം, മോഹം, മദം, മാത്സര്യം, ദമ്പ്, അസൂയ ഇത്യാദികളിൽ അഷ്ടരാഗങ്ങളെ പൂർണ്ണമായിട്ടും ത്യജിക്കണം. കാരണം എന്താണ്? ശിവമാർഗം അഥവാ ജ്ഞാനമാർഗം ശാന്തിയെയാണ് ആസ്പദമാക്കിയിരിക്കുന്നത്. എന്നാൽ ശക്തി സാധനയോ ശക്തി എന്ന് വെച്ചാൽ മനസ്സിനെ ആസ്പദമാക്കിയാണ് ഇരിക്കുന്നത്. അപ്പം മനസ്സിൽ എന്തൊക്കെയാണ് ചലനം ഉണ്ടാക്കുന്നത് നോക്കണ്ടേ സാധകൻ? ജ്ഞാനിയോ ഇതിനെ മൊത്തത്തിൽ ഒഴിവാക്കുന്നു. ഭക്തനോ അല്ലെങ്കിൽ ശക്തി സാധകനോ ഇതിനെ മൊത്തം നിരീക്ഷിക്കുന്നു. അവൻ തന്ത്രമാർഗത്തിലൂടെ ആചരിക്കുന്നത്. തന്ത്രം എന്ന് വെച്ചാൽ എന്താ? മനസ്സിന്റെ ടെക്നോളജി പഠിച്ചാണ് അവൻ ബോധതത്വത്തിലേക്ക് എത്തുന്നത്. എന്നാൽ ജ്ഞാനിയോ മനസ്സിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നു. അപ്പോൾ സാധനയ്ക്കനുസരിച്ച് ചിലത് വർജ്യമാണ്, ചിലത് സ്വീകാര്യമാണ്. തന്ത്രസാധകനെ സംബന്ധിച്ച് സർവ്വതും സ്വീകാര്യമാണ്, ജ്ഞാനിയെ സംബന്ധിച്ച് സർവ്വതും വർജ്യമാണ്.